ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ്. ഇന്ന് സൺഡേ ആണ്. നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. സോ ഞാൻ എണ്ണിക്കാൻ പോവുകയാണ്. എണ്ണീറ്റ് കുറച്ച് നേരം ഫോണും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മുടെ ചാനൽ തുടങ്ങി നമുക്ക് എന്തുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് ഇട്ടൂടാ എന്ന്. സോ നമ്മളിനി എണ്ണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയതിനു ശേഷം കാണാം ഗൈസ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ആക്ച്വലി കട്ടിലിൽ നിന്ന് എണ്ണീറ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഇറങ്ങിപ്പോയി പല്ല് തേക്കണം, ചായ കുടിക്കണം, എന്തെങ്കിലും കഴിക്കണം. രാവിലെ ഗൈസ് നമ്മൾ എണ്ണിച്ചതിന് ശേഷം ഇനി നമ്മൾ ആഹാരം കഴിക്കാൻ പോകുകയാണ്. പല്ല് തേച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇതാണ് എൻ്റെ ഒരേ ഒരു അമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലുള്ള ഒരു അമ്മയാണോ വീട്ടിലുള്ളത്? അതെ, കണ്ടോ ഗൈസ്, ഞങ്ങളുടെ വീട്ടിൽ നേരം എടുത്തത് ഇപ്പോഴാണ്. ഞങ്ങളുടെ അമ്മ പക്ഷെ നേരത്തെ എണ്ണിച്ചു. കണ്ടോളൂ ഗൈസ്. നമുക്കിവിടെ പാൽക്കപ്പയും മറ്റേ ഒരു മീൻകറി, മറ്റേ മീൻകറി അല്ല, സോറി, എന്തോ ഒരു മത്തിക്കറി, പിന്നെ അയല വറുത്ത്. പിന്നെ ഞാനതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് നിങ്ങൾ ആദ്യം കാണുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മ അതിലൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടായിരുന്നു. പാൽക്കപ്പ ഇതിനു മുമ്പ് നമ്മുടെ വീട്ടിൽ 2-3 ടൈംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്ച്വലി ആ ടൈമിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വലിയ കടത്തി ആ ഒരു ടേസ്റ്റിലാണ് കഴിക്കാൻ വേണ്ടി പോയിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ അതല്ല നടന്നത്. എൻ്റെ ഉമ്മ അത് ഉണ്ടാക്കി കുളവാക്കി. അതിനകത്ത് ആവശ്യമില്ലാത്ത കഷ്ണങ്ങളെല്ലാം എടുത്തിട്ട്, ചേനയൊക്കെ എടുത്തിട്ട്, ഞങ്ങൾ കഴിക്കാത്ത സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങളുടെ അമ്മ പാൽക്കപ്പ എന്ന് പറയുന്ന ഏത് രീതിക്ക് എന്തുണ്ടാക്കിയതാണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. 10 ഔട്ട് ഓഫ് ഞാൻ അതിനൊരു 2 അല്ലെങ്കിൽ ഒരു 3 മാർക്ക് കൂടുതൽ കൊടുക്കത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ശരിക്കും. പിന്നെ ഞാൻ അവിടെ ഇരുന്ന മീൻ കഴിച്ചു. വറുത്ത മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊരിച്ച മീൻ പലയിടത്ത് പല വേർഡാണ് പറയുന്നത്. ഇവിടെ വറുത്ത മീൻ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിൽ പറയുന്നത് വറുത്ത മീൻ ഞാൻ കഴിച്ചു. പിന്നെ എന്താ പറയുക, അത് വറുത്ത മീൻ കൂട്ടി മാത്രമേ കഴിച്ചുള്ളൂ. അല്ലാണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. കറിയുടെ എന്തൊക്കെയൊക്കെ ഇച്ചിരി മാത്രം കഴിച്ചു. അല്ലാണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചിട്ടില്ല. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സത്യത്തിൽ. അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് തന്നെ വെച്ചത്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് കാര്യം പറയായിരുന്നു. അപ്പോൾ അവരെ ആരും വീഡിയോയിൽ അങ്ങനെ വരുന്ന ആളുകളല്ല. സോ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തതാണ്. അങ്ങനെ ഞങ്ങൾ അത് എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ പറയുക. എനിക്കൊന്ന് ബിഗ് ബോസിൻ്റെ കാര്യമാണെന്ന് തോന്നുന്നു പറയുന്നത്. ആക്ച്വലി ബിഗ് ബോസിൽ ആർക്ക് കപ്പ് കിട്ടുമെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇന്ന് ഗ്രാൻഡ് ഫിനാലെ ആയതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ചിട്ടായിരുന്നു അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ചൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നു. കുറച്ച് കഴിക്കാൻ മീൻസ് ഞാൻ ആ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ കാണുന്നില്ലെന്ന് തോന്നുന്നു. ആക്ച്വലി തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പൊരിച്ച മീനും കൂടി കൂട്ടി എന്തൊക്കെയോ ഞാനിങ്ങനെ കഴിക്കുന്നുണ്ട്. അല്ലാണ്ട് പാൽക്കപ്പ തൊട്ടിട്ടില്ല. പാൽക്കപ്പയെന്ന് നമുക്കത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ പാൽക്കപ്പ തൊട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അടുത്തിരുന്ന തന്നെ അമ്മ പഴങ്കഞ്ഞി കുടിക്കുന്ന, യെസ്റ്റർഡേ സൂപ്പ് റൈസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതും ഇങ്ങനെ അമ്മയെ ഇങ്ങനെ അമ്മയുടെ ഇങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇന്ന് ലീവായിരുന്നു ആക്ച്വലി. അപ്പോൾ ഞാൻ അമ്മയുടെ ഇങ്ങനെ അതിനെക്കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഫുഡ് ഇങ്ങനെ കഴിക്കുക. ഫുഡെല്ലാം മീൻ വറുത്തതാണ് ഞാൻ കഴിക്കുന്നത്. അതിങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ ക്യാമറയിൽ നോക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നാച്ചുറലി ഫുഡ് കഴിക്കുന്നൊരു രീതിയാണ് കാണിക്കുന്നത്. നമ്മൾ പുറത്തൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ആഹാരം കഴിക്കുന്നത്. പക്ഷേ വീട്ടിൽ നമ്മളിങ്ങനെയൊക്കെയാണ് ആഹാരം കഴിക്കുന്നത്. ആ ഒരു നാച്ചുറാലിറ്റി ഇതിൽ തന്നെയാണ് ഞാൻ വീഡിയോയിലും കാണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞ് വലിയ ഇതൊട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ ഒരു നാച്ചുറൽ വേ ഇങ്ങനെയാണ്. സോ ഞാൻ ഇങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ മുൻപിലും കാണിക്കുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് പിന്നെ വേറെ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ആക്ച്വലി അങ്ങനെ കഴിച്ചിട്ട് ഇനി റൂമിലേക്ക് പോയി കുറച്ച് നേരവും കൂടി നമുക്ക് വിശ്രമിക്കാം. ഇതൊക്കെ തന്നെ. ഇനി നമുക്ക് മാഴ്സിന്റെ കുറച്ച് ലിപ് ബാം ഇട്ടതിന് ശേഷം തുണികൾ മടക്കാം. ഞാൻ ഒരു 24/7 ഉറങ്ങാൻ കിടക്കാൻ നേരം പോലും ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഇടും. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല ആക്ച്വലി. ഇനി നമുക്ക് കുറച്ച് അലോവേര ജെല്ലും കൂടി തേച്ചിട്ട്, അലോവേര ജെല്ല് ഫേസിൽ മൊത്തത്തിലൊന്നും ഞാൻ തേക്കത്തില്ല, ജസ്റ്റ് പിരികത്തിൽ മാത്രം ഒന്ന് തേക്കും. അത് കാണിച്ചു തരാം. ഇനി കുറച്ച് അലോവേര ജെല്ല് തേക്കും. നമ്മൾ ഭയങ്കര പരിഷ്കാരികളാണെന്ന് നാട്ടുകാർ പറയട്ടെ. ചുമ്മാ കൈസ്, എനിക്ക് അലോവേര ജെല്ല് ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അലോവേര ജെല്ല് തേക്കുന്നത്. അലോവേര ജെല്ല് നല്ലതാണ്. സോ നിങ്ങൾ എല്ലാവരും തേക്കുക. എന്തിനാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഓടി നടന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നിറയെ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കൈസ്. സോ ഇതിനകത്ത് മുഴുവൻ മേക്കപ്പ് സാധനങ്ങളാണ്. എന്തിനാണെന്ന് അറിയാമോ?
കാരണം ഇതിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പുറത്ത് ഔട്ട് സൈഡിൽ പോകുവാണെങ്കിലും എനിക്ക് പെട്ടെന്ന് എടുത്ത് മേക്കപ്പ് ചെയ്യും. കാരണം നമ്മളൊരു വ്ളോഗർ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കും. കോളേജിൽ പഠിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ പുറത്തൊക്കെ അല്ലാതെ പോകുമ്പോഴും ഞാൻ എപ്പോഴും മേക്കപ്പ് സാധനങ്ങൾ വെക്കും ഗൈസ്. ഇതൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തിനായിരുന്നു വന്നത് എന്ന് നമ്മൾ മറന്നു പോയിരിക്കുന്നു. നമ്മൾ തുണി മടക്കി വെക്കാനാണ് ഇങ്ങോട്ട് കയറി വന്നത്. നമുക്ക് വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം അപ്പച്ചു വിടും. ഇനി നമുക്ക് ജോലി വെറുതെ ഇരുന്നാൽ മതി. തുണി കൂടി മടക്കി വെച്ചിട്ട് നമുക്ക് ഫ്രഷായി പുറത്തുപോയി. പുറത്ത് ഞാൻ പോകുന്നത് എന്റെ അനിയന്റെ കൂടിയാണ്. പുറത്തു പോയി ഒരു ഷാർജ കുടിച്ചിട്ട് വരാം. ഷാർജ കുടിക്കാനായിട്ട് പോകല്ല, അല്ലാണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് പറ്റാവുന്ന ഒരു ഷാർജ കുടിക്കാനായിട്ട് കിട്ടും. സോ നമുക്കൊരു ഷാർജയും കുടിച്ചിട്ട് തിരികെ വരാം. അപ്പൊ നമുക്ക് തുണി മടക്കാം. തുണികളൊന്നുമില്ല കൈസ്, കുറച്ച് തുണികളുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടക്കി വെക്കാൻ പറ്റും. ഇതൊക്കെ അതാത് സ്ഥാനത്ത് എടുത്തുകൊണ്ട് വെക്കുക എന്നത് അവരവരുടെ വ്യത്യാസം. താൻ്റെ തുണി നമ്മൾ ആ ജോലിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചു നേരം റീൽസ് കണ്ടുകൊണ്ടിരിക്കാം. റീൽസ് കാണുന്നത് നമുക്ക് വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. റീൽസ് കണ്ടുകൊണ്ടിരിക്കാം. വേറെ ജോലി വേണം, വേറെ ജോലി വന്നു. കാരണം നമ്മൾ എഴുന്നേറ്റത് തന്നെ 12 മണിക്കാണ്. അതുകൊണ്ട് വേറെ ജോലി, മുടിയൊന്ന് കഴുകണം. ഇതൊക്കെ ഉള്ളു ഇന്ന് ജോലി. പക്ഷേ ജോലിയൊന്നുമില്ല. കാണാം. നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി നടക്കുകയാണ്. എന്തിനാണെന്നറിയത്തില്ല. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ. വെറുതെ വീട്ടിൽ ഇരുന്ന് മാത്രം പോസ്റ്റായിട്ട് കാര്യമില്ല. നമ്മൾ പത്തനാപുരത്തോട്ടൊക്കെ ഇറങ്ങി. ഗൈസ്, ഇതാണ് എന്റെ ഒരേ ഒരു അനിയൻ. അനിയന്റെ പേര് പറയടാ. ഫൈസൽ. ഓക്കെ. സോ അവനെയും കൊണ്ടാണ് ഞാൻ ടൗണിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇറങ്ങുന്നത് വരെ മഴയില്ലായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടാണെന്ന് തോന്നുന്നു മഴ ചാറുന്നുണ്ട്. എന്നാലും സാരമില്ല, ഞങ്ങൾ പോകും. നമ്മൾ പോകുന്നത് എന്തിനാണ് ഗൈസ്? ഷാർജയും ഫ്രൈഡ് റൈസും കഴിക്കാൻ. മോനെ അങ്ങനെയും പറയരുത്. നമ്മൾ ഷാർജ മാത്രം കുടിക്കാനാണ് പോകുന്നത്. എനിക്ക് ഇവനെ അറിയില്ല ഗൈസ്. ഞാൻ അനിയനാണെന്ന് പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. അതെ, പനഡേറിയയിലാണ് പോകുന്നത്. ഇല്ല ഗൈസ്, ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ഏതെങ്കിലും ചെറിയൊരു ബേക്കറിയിൽ പോയിട്ട് ഇവനൊരു ഷാർജ മേടിച്ചു കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവരും. ഇവനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കാത്തതെന്ന് വെച്ചാൽ ഇവൻ എനിക്ക് എന്നെക്കാട്ടിലും വലിയൊരു എക്സ്പെൻസ് എനിക്ക് ഇവൻ. ഓവർ എക്സ്പെൻസ് എന്നൊക്കെ കേട്ടിട്ടില്ല. അതാണ് ഇവൻ. പിന്നെ ഇപ്പം മേടിച്ചു തരാം. ഇല്ല, നമ്മളങ്ങനെ നമ്മുടെ പത്തനാപുരത്ത് കൂടി നടക്കുകയാണ്. ആദ്യം നമുക്ക് ലേഡീസ് സെന്ററിൽ കാരണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇല്ല ഗൈസ്, ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസും ഷാർജയും കുടിക്കുന്നു. ഒരു ഫ്രൈഡ് റൈസ് വാങ്ങി ഷെയർ ചെയ്യാം. നമ്മളങ്ങനെ ബേക്കറിയിൽ വന്നു. ഇനി നമുക്ക് ഓർഡർ ചെയ്യണം. പുറത്ത് നല്ല മഴയാണെന്നുണ്ടെങ്കിൽ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. എടാ, നീ എന്ത് ഓർഡർ ചെയ്യുന്നേ? ഞാൻ മേടിച്ചെടുത്തില്ല. ഇല്ല. ഇതും അത്യാവശ്യം നല്ലൊരു ബേക്കറിയാണ് പത്തനാപുരത്തെ. അങ്ങനെ നമ്മളിവിടെ ഇരിക്കുകയാണ്. ഓർഡർ കൊടുക്കണം. ഓർഡർ കൊടുത്ത ഫുഡ് വന്നിട്ട് നമുക്ക് കഴിക്കാം. ഇത് പത്തനാപുരത്ത് പനഡേറിയ ബേക്കറി. അത്യാവശ്യം നല്ല ബേക്കറിയാണ്. നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളൊരു ബേക്കറിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നോക്കാം. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ഇനി നമുക്ക് കഴിക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ പോകണം. വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലും പർച്ചേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഇല്ല. പിന്നെ ഈ ബേക്കറിയെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇത് തുടങ്ങിയ ആ ടൈം മുതൽ ഇവിടെ അങ്ങനെ വരുന്ന ഒരാളാണ്. അതേപോലെ എനിക്കിവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ഇവിടുത്തെ കോഫിയാണ്. എത്ര തലവേദന എടുത്താലും ഇവിടെ വന്നൊരു കോഫി കുടിച്ചാൽ മാറും. സോ
ഇത് നമ്മൾ എന്തായാലും ഷാർജ കുടിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അവന് ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞാൽ അതും മേടിച്ചു കൊടുക്കണം. എനിക്കൊരു ഷവർമ കഴിച്ചാൽ കൊള്ളും, അതും കഴിക്കും. ഇങ്ങനെ ഇരിക്കുന്നു. ഫ്രൈഡ് റൈസ് എങ്ങനെ ഉള്ളടാ? നല്ല ഫ്രൈഡ് റൈസ് ആണോ? ഇഷ്ടപ്പെട്ടോ? 10 ഔട്ട് ഓഫ് എത്ര കൊടുക്കും? 10 കൊടുക്കും. ഷവർമയും കൊള്ളാം. ഞാൻ ഫുൾ മീറ്റ് ഷവർമയാണ് പറഞ്ഞതാ. എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഞാൻ ഇവിടുത്തെ ഷവർമയൊക്കെ കഴിക്കുന്നതാ. കൊള്ളാം, നല്ല ഷവർമ. പിന്നെ കോഫി ഇതായിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്കാണെങ്കിൽ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ള ഒരാളാണ്. ഒരു 4 മണി 4:30 സമയത്ത് എനിക്ക് ചായ അല്ലെങ്കിൽ കോഫി കുടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര തലവേദന ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒരു കോഫി കുടിച്ചാൽ നമുക്ക് പോകാം. അത്ര നല്ല കോഫി ഇവിടുത്തെ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ഇവിടുന്ന് കഴിച്ചിറങ്ങിയിട്ട് വീട്ടിൽ പോവാം. എന്നിട്ട് ബാക്കി കാണാം. നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി വീട്ടിൽ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബേക്കറി, പനടേറിയ ബേക്കറി. ലാസ്റ്റ് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. അങ്ങനെ അതെ, ഇത് ഞാൻ കണ്ടുള്ളൂ. കറങ്ങിത്തിരിഞ്ഞ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു. ഇനി നമുക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഇവൾ എന്നെ അനുവദിക്കത്തില്ല. കണ്ടോ, എന്നെ വിളിച്ചു വരുത്തിയതാണ്. ചുമ്മാതെ കഴിച്ചു എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഡെയിലി ഇങ്ങ് ഇറങ്ങിക്കോളും. ഉറങ്ങാൻ കിടന്ന ഞാനായിരുന്നു. ചുമ്മാതെ എന്തെങ്കിലും ഫോൺ വിളിക്കുന്നു, നീ അവിടെ എന്തെടുക്കുവാ, വരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവൾക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അവളുടെ ഭർത്താവ് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വല്ല അവൾക്ക് ഇത്ര ടെൻഷൻ ഇല്ല. പക്ഷെ എന്നെ ഒരു ദിവസം അവർക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഓടി വരും. കാരണം ഞാനിനി എവിടെയെങ്കിലും പോകുന്നുണ്ടോന്ന് അറിയാനാണോ? അറിയാൻ പറ്റുമോ? ആരുടെയും കൂടെ പോയ നാളെ എനിക്കല്ലേ. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്നൊക്കെ വഴിയേ പറയാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഞങ്ങൾ അങ്ങനെ വണ്ടിക്കകത്ത് കയറി തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറൊരു ആവശ്യവുമായിട്ടാണ് പോയിരുന്നത്. എന്തായാലും അത് നടക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ അറിയിക്കും. എന്തിനാണ് നമ്മൾ ഇന്ന് പോയിരുന്നത്, എന്താവശ്യവുമായിട്ടാണ് പോയിരുന്നതെന്നൊക്കെ നമ്മൾ വഴിയെ അറിയിക്കുന്നതാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് പറയുന്നത്, ഞാൻ പോയ ആ ഒരു സൈഡിലാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വീട്, ഗസ്റ്റ് ഹൗസ് വരുന്നത്. സോ നമ്മൾ അതിങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലായിട്ടാണ്. ഞാൻ അവിടെ വെച്ചിട്ട് ആ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളും പറയായിരുന്നു. ഞങ്ങൾ വന്നതിനെക്കുറിച്ചിട്ടും ഞങ്ങളുടെ പ്ലാൻസ്, ഞങ്ങളുടെ ഐഡിയാസ്, കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അവളോട് ഷെയർ ചെയ്തിട്ടാണ് പൊക്കോണ്ടിരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു പത്തനാപുരത്തേക്ക് വരുന്ന വഴിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടിക്കാരെല്ലാം നമ്മളെ നോക്കുക, ഇവളുമാർ ഇതെന്ത് തേങ്ങയാൽ എന്ത് കുന്താണ് ഈ കാണിക്കുന്നതെന്നായിരിക്കും ആക്ച്വലി അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. പിന്നെ നമ്മൾ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ പറയാം. അപ്പം ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് അനിയനെയും കൊണ്ട് പുറത്ത് പോയപ്പോഴും ബേക്കറി കയറി ഞാനത് അവളോട് പറയാം. അപ്പോൾ അവൾ എന്നെ വീണ്ടും പോവുകയാണ്. അതായത് എൻ്റെ കൂട്ടുകാരിക്ക് ഇത്രയും വിശപ്പ് എവിടുന്നാണെന്ന് ഞങ്ങൾക്കറിയാം. ആക്ച്വലി ഞങ്ങളൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ വന്നിരുന്നതിന് ശേഷം എടുക്കുകയാണ്. അപ്പം ആ സൈഡിലിരുന്നവർ കടയുടെ ഓണർ ചേട്ടനൊക്കെ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും 2 ജ്യൂസാണ് ശരിക്കും പറഞ്ഞത്. ജ്യൂസ് നല്ലതാണല്ലോ. ജ്യൂസ് പറഞ്ഞു, ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ കുടിച്ചു. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അവള് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അവൾ അത് മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നോട് ഞങ്ങൾ പറയായിരുന്നു, എന്നെ ഇനി വീട്ടിലാക്കും, അവൾ അതിനുശേഷം വീട്ടിലേക്ക് പോകും എന്നാണ് നമ്മൾ അവിടെ നിന്നോട് പറയുന്നത്. അതിനുശേഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അത് കൂടി കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ നമ്മൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെന്റ് വേണ്ടി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതെ, നമ്മുടെ കുഞ്ഞു വലിയ ചാനല് അതല്ലേ നമ്മുടെ. ശരി, അതിനനുസരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.